യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ യോഗം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അഭിനന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുസ്മരണ ചടങ്ങാണ് നമ്മുടെ തലസ്ഥാനത്ത് വെച്ച് നടക്കുന്നത്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ അഭിനന്ദനായ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നൊരു രംഗം 1977 തിരഞ്ഞെടുപ്പ്. അന്ന് ലോകസഭയും നിയമസഭയും ഒരുമിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് മുഖ്യമന്ത്രി അച്യുതമേനോനായിരുന്നെങ്കിലും ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് എൻ്റെ പിതാവും CHും ഒക്കെ ഉൾപ്പെട്ട ഒരു ടീമായിരുന്നു. അങ്ങനെ അന്ന് മൻമോഹൻ ബംഗ്ലാവിൽ അന്നത്തെ ഐക്യകക്ഷിയുടെ സീറ്റ് വിഭജന ചർച്ചയിൽ പങ്കെടുക്കാൻ തങ്ങൾ വന്നപ്പോഴാണ് ഞാൻ തങ്ങളെ നേരിട്ട് കാണുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അങ്ങനെയുള്ളൊരു സീനിയേഴ്സിൻ്റെ രൂപത്തിൽ നിന്ന് വളരെ ചെറുപ്പക്കാരനും സുമുഖനുമായൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പ്രസിഡൻഷിപ്പിലെത്തിയത് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് വലിയൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടത്. അപ്പോൾ ആ ചർച്ചയൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം അന്ന് ഐക്യകക്ഷിക്കുണ്ടായി. അന്നാണ് ഏറ്റവും കൂടുതൽ ഐക്യകക്ഷി കേരളത്തിൽ 111 സീറ്റാണെന്ന് അന്ന് കോൺഗ്രസ്, മുസ്ലിം ലീഗും CPI ഒക്കെ ഉൾപ്പെട്ട മുന്നണിക്ക് അന്ന് ലഭിച്ചത്. അതിനുശേഷമുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തികച്ചും ആത്മസംയമനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം നേരിട്ടത്. നമുക്കറിയാം, ബാബറി മസ്ജിദിൻ്റെ തകർച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസംയമനം, അന്ന് ഒരുപാട് തങ്ങൾ വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് കുറേ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടായി. പക്ഷേ തങ്ങളുടെ ഉറച്ച നിലപാട്, ആ പള്ളി തകർന്നതിൽ ദുഃഖം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു: അതിൻ്റെ പേരിൽ നിങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാൽ നാളെ ഇത് തകർത്തവർ അധികാരത്തിൽ വരുമെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1990കളിൽ ആദ്യമായി അങ്ങനെയൊരു സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ. വളരെ പതിഞ്ഞ സ്വരത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കാറുള്ളത്, പക്ഷെ അതിന് ഒരു ദൃഢതയുണ്ടായി. ഇപ്പോൾ ഞങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നൊരു കാര്യം തങ്ങൾ വരണമെന്നാണ്. പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാരണയൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയുക, അത് മാത്രം മതി. തങ്ങൾ വന്നാൽ മാത്രം മതി. തെരഞ്ഞെടുപ്പിൽ ഒരു പകുതി വിജയിച്ച പോലെയാണ്. ഞാൻ ഓർക്കുന്നത് 99 തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചത് വലിയ നിർണായകമായിരുന്നു. കാരണം 2 തെരഞ്ഞെടുപ്പുകളെ പരാജയപ്പെട്ടവരെയൊക്കെ മാറ്റി നിർത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് എക്സംഷൻ തോന്നും. അപ്പം ഞാൻ മത്സരിക്കാൻ കോഴിക്കോട് പാർലമെൻറ്റിൽ മത്സരിക്കുക. തങ്ങൾക്കാണെങ്കിൽ അതികലശമായ പുറം വേദന. ഡോക്ടർമാർ പറഞ്ഞു ഇത്തവണ അധികം പ്രചരണത്തിനൊന്നും പോകണ്ട. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ടു, കുഞ്ഞാലിക്കുട്ടി സാഹിബുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഒന്ന് സ്റ്റേജിലൊന്ന് വന്നാൽ മാത്രം മതി, ഏതെങ്കിലും ഒരു സ്റ്റേജിലൊന്ന് വരണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കോഴിക്കോട് വെള്ളയിൽ കടപ്പുറം മുതൽ സുൽത്താൻ ബത്തേരി വരെ, അന്ന് കോഴിക്കോട് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ വയനാട് ഉൾപ്പെടെയാണ്, അങ്ങ് അറ്റം വരെ അദ്ദേഹം വന്നു. ഈ പുറം വേദനയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് വാഹനത്തിൽ സഞ്ചരിച്ചത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് UDF വളരെ തറ പറ്റിപ്പോയി. പക്ഷേ അപ്പോഴും അന്ന് UDFൻ്റെ പ്രതിനിധിയായിട്ട് ഒറ്റ മന്ത്രിയെ കേന്ദ്ര മന്ത്രിസഭയിൽ എന്നുള്ളത് EMS സാഹിബായിരുന്നു. അന്നത്തെ UPAയിലെ ചില കക്ഷികളൊക്കെ, UPAയ്ക്ക് പിന്തുണ നൽകിയ കക്ഷികളൊക്കെ ലീഗിനെ എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് സോണിയാഗാന്ധി പറഞ്ഞു ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ശിഹാബ് തങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു പേര് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയുന്ന പ്രശ്നമില്ല. തങ്ങൾ മുസ്ലിം ലീഗ് പ്രസിഡൻ്റായതിൻ്റെ 25ാം വാർഷികം
എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും ഒരു ഭാഗ്യം കിട്ടി, ഞാനായിരുന്നു എൻ്റെ ജനറൽ കൺവീനർ. അന്ന് ആ 25ാം വാർഷികത്തിന് സോണിയാഗാന്ധി എന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇങ്ങനെ സോണിയാഗാന്ധി വന്ന യോഗത്തിൽ തങ്ങൾ 25 വർഷം പൂർത്തിയാക്കിയ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത് 25ാം വർഷം പൂർത്തിയാക്കിയതിൻ്റെ ആ വാർഷിക സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് ഞാനായിരുന്നു. അത് ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. അന്ന് ആ യോഗം കഴിഞ്ഞ് അന്ന് രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ സോണിയാഗാന്ധിയും കെ കരുണാകരനും എ കെ ആൻ്റണിയും ഗുലാം നബി ആസാദിനാണ് കേരളത്തിൻ്റെ ചാർജ്. ഇവർ ഇത്രയും പേര് അന്ന് രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ടാണ് 2001 ഇലക്ഷൻ കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന് ഒരു തീരുമാനം നടത്തും. എന്താണെന്ന് ഞാൻ പറയില്ല, പിന്നീട് സംഭവിച്ചതാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടുള്ള വിവാദം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതായിരുന്നു ആ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്നാണല്ലോ, അന്ന് 92 ബാബറി മസ്ജിദിൻ്റെ തകർച്ച സമയത്ത് അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, തങ്ങളുടെ ശക്തമായിട്ട് നിലപാട് കെ കരുണാകരന് ഏറ്റവും കരുത്ത് നൽകിയത് ആ സന്ദർഭത്തിലാണ്. അന്ന് തങ്ങളാണ് കെ കരുണാകരന് ഒരു ഊർജ്ജം നൽകിയത്. അദ്ദേഹത്തിന് അന്ന് വലിയ പ്രയാസമായിരുന്നു. ഇങ്ങനെ സംഭവിച്ചപ്പോൾ വലിയ സങ്കടം കെ കരുണാകരനുണ്ടായിരുന്നു. പക്ഷേ അന്ന് കേരളത്തിൽ വർഗീയ കലാപമില്ലാതെ പോയത് തങ്ങളുടെ ഒരൊറ്റ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുന്നത്, അന്ന് തീവ്രവാദം പറഞ്ഞവരൊക്കെ പിന്നീട് അവിടെ പോയി. അങ്ങനെയുള്ള തീവ്രവാദം പറഞ്ഞ് വോട്ട് തട്ടാൻ നോക്കിയവരൊക്കെ പിന്നെ നിലനിന്നോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ? അതാണ് തങ്ങളുടെ കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കെ കരുണാകരൻ, CH, ശിഹാബ് തങ്ങൾ, ഈ മുക്കൂട്ട് മുന്നണി സത്യത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ അതിന് രൂപം നൽകിയത് ഈ 3 പേരാണ്. ഈ 3 പേര് ഇന്നും ജനങ്ങളിലൂടെ ജീവിക്കുന്നു. അവിടെ പറഞ്ഞല്ലോ, CHൻ്റെ ഒക്കെ നാമധേയത്തിലുള്ള ഡയാലിസിസ് സെൻ്ററിൽ എത്ര പേർക്ക് ജീവൻ നൽകുന്നുണ്ട്. അതുപോലെ ശിഹാബ് തങ്ങളുടെ പേരിൽ എത്ര പേർക്ക് ഇന്ന് ജീവൻ നൽകുന്നു. അപ്പോൾ അവരൊക്കെ മരിച്ചെങ്കിലും അവരിലൂടെ അവർ വളർത്തിയെടുത്ത പ്രസ്ഥാനവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ന് മുന്നോട്ട് പോവാണ്. ഞാൻ ഓർക്കുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിലൂടെയൊക്കെ പോകുമ്പോഴാണ് ഒരുപക്ഷേ തങ്ങളെപ്പോലുള്ളവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓർക്കുക. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളെപ്പോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു കരുത്തായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. 2006 ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് തങ്ങൾക്ക് അന്ന് ആരോഗ്യമില്ല. അദ്ദേഹം ചികിത്സാർത്ഥം വിദേശത്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അതാ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊരു പകുതി ഊർജ്ജം ലഭിക്കാൻ. അപ്പം അങ്ങനൊരു മഹാൻ ഇത് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് മരണമില്ല. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും ജീവിക്കുന്നു ഇന്നത്തെ തലമുറയിലൂടെ. അതെന്നും നമുക്ക് കരുത്ത് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കെ കരുണാകരനും CHും ശിഹാബ് തങ്ങളും അവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് ഞാനൊക്കെ ഇപ്പോഴും കരുതുന്നത്. അതൊന്നും വേറൊരു പാർട്ടിയല്ല, എല്ലാം ഒരു പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതാണ് പറഞ്ഞത്, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ആരംഭത്തിന് 1966 കെ കരുണാകരൻ തുടക്കം കുറിച്ചുവെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നീണ്ട 17 വർഷമായിട്ട്